അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇത് നയപ്രഖ്യാപനം എന്നുള്ളത്, അത് അവതരിപ്പിക്കുക എന്നുള്ളത് ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് എന്ന പൊതുധാരണ നിൽക്കെ ഇന്നുണ്ടായ സംഭവങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. ഇതിനോടകം തന്നെ അതെല്ലാം വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വളരെ ശക്തമായി വന്നതിന് ശേഷം ലോക്ഭവൻ്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് അർത്ഥ അസത്യങ്ങളും നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കരടിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ലോക്ഭവൻ ആവശ്യപ്പെട്ടിരുന്നു. മന്ത്രിസഭ തീരുമാനിച്ച നയപ്രഖ്യാപനം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. തിരിച്ച് കരടിൽ നിന്നിത് ഒഴിവാക്കണമെന്ന് ലോക്ഭവൻ ആവശ്യപ്പെട്ടിരുന്നു. അതിനനുസൃതമായി ഗവർണർക്ക് യുക്തമെന്ന് തോന്നുന്ന ഭേദഗതികളോടെ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കി വായിക്കാമെന്നായിരുന്നു സർക്കാരിൻ്റെ പ്രതികരണം. മാത്രമല്ല, ലോക്ഭവൻ നിർദ്ദേശ ഭേദഗതികളോടെ പ്രസംഗം വീണ്ടും അയച്ചു തരാമെന്ന സൂചനയും നൽകിയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ലോക്ഭവൻ്റേതായിട്ടുള്ള ഒരു വിവരം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. നിയമസഭ പാസാക്കിയാൽ വളരെ കാലമായി അംഗീകാരം കിട്ടാത്തതിനെ തുടർന്ന് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചുവെന്നും പരമോന്നത കോടതി അത് ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തുവെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കരടിൽ പറഞ്ഞിരുന്നു. ഇത് വാസ്തവവിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോക്ഭവൻ്റെ നിലപാട് എന്ന് പറഞ്ഞൊരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ലാൽകുമാർ ഇതിൻ്റെ ഭരണഘടനാപരമായ ഒരു പശ്ചാത്തലം? ഈ ലോക്ഭവൻ്റെ വാർത്താക്കുറിപ്പ് നിലനിൽക്കുന്നതാണോ? അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് വേർഡ്. ഓക്കെ, നിങ്ങൾ ആർട്ടിക്കിൾ 163 എടുത്താൽ അതിനകത്ത് വളരെ സിമ്പിളായി എഴുതിയിട്ടുണ്ട്. നമുക്ക് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, ഹെഡഡ് ബൈ ചീഫ് മിനിസ്റ്റർ, ആൻഡ് ഗവർണർ എയ്ഡ് ആൻഡ് അഡ്വൈസിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ആ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഇത് നിർബന്ധമായി അദ്ദേഹം ഫോളോ ചെയ്യണോ എന്നുള്ള ചോദ്യം പല ഘട്ടങ്ങളിലായി സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചുള്ള വിഷയമാണ്. അതെനിക്കൊന്നു ഷംസീർ സിംഗിലാണ് തുടങ്ങുന്നത്. 1974 ഷംസീർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്ന കേസിലാണ് ഇത് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഇപ്പം നോക്കൂ, തമിഴ്നാട്ടിലെ കേസിലും ഇതേ പൊസിഷൻ തന്നെ വളരെ വ്യക്തമാക്കി സുപ്രീം കോടതി. അപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായി ഒരധികാരവുമില്ല. അദ്ദേഹത്തിനുള്ളത് ചില കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിഷൻസ് ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ലിമിറ്റഡാണ്. പ്രസിഡന്റ് റൂൾ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള അഡ്വൈസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബില്ല് പ്രസിഡൻറ്റിൻ്റെ കൺസിഡറേഷനിലേക്ക് വെക്കണമെന്നുള്ളത്, ആ ബില്ല് പ്രസിഡൻറ്റിൻ്റെ കൺസിഡറേഷനിലേക്ക് വെക്കണോ എന്നുള്ളത് പോലും ലിമിറ്റഡാണ്. ചുമ്മാ അതെല്ലാം അയക്കാൻ പറ്റില്ലെന്ന് തന്നെയാണ് സുപ്രീം കോടതി തമിഴ്നാട്ടിലെ കേസിൽ പറഞ്ഞത്. തമിഴ്നാട്ടിലെ കേസിലെ കളഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ലിമിറ്റ്, ഇത്ര ദിവസത്തിനകം ഇത് ചെയ്യണമെന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് പ്രസിഡൻഷ്യൽ റഫറൻസിൽ എടുത്തു കളഞ്ഞത്. ബാക്കി എല്ലാ ഭാഗവും വളരെ പെർട്ടിനൻ്റായിട്ടും റെലവൻ്റായിട്ടും നിൽക്കുന്ന വിഷയമാണ്. അതിനകത്തൊന്നും സംശയിക്കേണ്ടതില്ല. അപ്പം എന്താണോ സർക്കാർ പറയുന്നത്, ഞാൻ ആ സർക്കാർ എന്നുള്ള പ്രയോഗം അങ്ങ് ഉപയോഗിക്കുന്നത്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പറയുന്നത് എന്തോ അത് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഗവർണറിനെ നമ്മളൊരു നോമിനൽ ഹെഡായിട്ടാണ് പറയുക. ഗവർണർ ഇസ് എ നോമിനൽ ഹെഡ് ആൻഡ് ദ റിയൽ പവർ വെസ്റ്റ് ഇൻ ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അതാണ് നമ്മൾ സോളാർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ചീഫ് മിനിസ്റ്ററാണ് അതിനകത്ത് സൂര്യൻ, ബാക്കിയുള്ളതെല്ലാം പ്ലാനറ്റ്സ് എന്ന് പറയുന്നതാണ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നൊരു പ്രയോഗം. ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു പുസ്തകം എടുത്താലും ആ പ്രയോഗം നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഗവർണർക്ക് ഇതിനകത്ത് അഡീഷൻസും ഡിലീഷൻസും ഒന്നും ആവശ്യപ്പെടാനുള്ള ഒരധികാരവുമില്ല. അദ്ദേഹം അങ്ങനൊരു ആവശ്യം മുന്നോട്ട് വെക്കാൻ പാടുമില്ല. അദ്ദേഹം ഈ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം നരേന്ദ്രമോദി അപ്പോയിൻറ്റ് ചെയ്ത് വരുന്നതാണെങ്കിലും, അപ്പോയിൻറ്റ് ചെയ്ത് നരേന്ദ്രമോദി അപ്പോയിൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, പക്ഷേ നരേന്ദ്രമോദി പറയുന്ന ആളാണല്ലോ. അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് ഈ വിധേയത്വം കാരണം പല കാര്യങ്ങളും എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അദ്ദേഹം കാണിക്കുന്നുണ്ട്. അത് ഇദ്ദേഹം ആർലേക്കർ മാത്രമല്ല, ഇതിനു മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാനും കാണിച്ചിരുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു പ്രശ്നമല്ല, ഈ പോസ്റ്റിലിരിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ്റിനോടുള്ള അമിത വിധേയത്വത്തിൻ്റെ ഒരു ഭാഗമായി വരുന്നൊരു വിഷയമാണ്. കാര്യം എനിക്കൊന്ന് ഇവർക്ക് ജോലിയിലൊക്കെ പ്രശ്നം പേടി കാണും. കാര്യം ഇത് കഴിഞ്ഞാൽ പരിഗണിക്കത്തില്ലയോ. പണ്ടാണെങ്കിൽ അമിത്ഷാ നടത്തിയ ഇവരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു മീറ്റിങ്ങിനകത്ത്, അല്ലെങ്കിൽ അവർ കൺവീൻ ചെയ്തൊരു മീറ്റിംഗ്, അതായിരിക്കും റൈറ്റ് വേർഡ്, ആ കൺവീൻ ചെയ്തൊരു മീറ്റിങ്ങിനകത്ത് അമിത്ഷായും കൂട്ടരും പറഞ്ഞത്, നിങ്ങൾ സ്റ്റേറ്റിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് ഗവേണൻസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇടപെടണം. സത്യത്തിൽ സുപ്രീം കോടതി പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇടപെടരുതെന്നാണ്. നിങ്ങൾ നോമിനലാണ്, നിങ്ങൾക്ക് റോൾ ഇല്ല, നിങ്ങൾ മറ്റവരെ ഫോളോ ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ അമിത്ഷായും കൂട്ടരും പറയുന്നത് നിങ്ങൾ കൂടുതൽ കാര്യത്തിൽ ഇടപെടണം. നമുക്കത് കൃത്യമായി ബംഗാളിൽ കാണാം, തമിഴ്നാട്ടിൽ കാണാം. ഇപ്പം ഇന്ന് തമിഴ്നാട്ടിൽ ഗവർണർ എന്തോ കാണിച്ച് ഇറങ്ങി ഓടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പതിവായി ഈ പറയുന്ന പ്രതിപക്ഷം ഭരിക്കുന്ന നാടുകളിൽ നമ്മൾ കാണുന്ന ഒരു വിഷയമാണ്.
അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻ ഇപ്പോൾ മുഖ്യമന്ത്രി അത് ക്ലാരിഫൈ ചെയ്തപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. സത്യത്തിൽ ആർലേക്കർ ചെയ്തതെന്താ, ഗവർണർ ചെയ്തതെന്താ? ഗവർണർ ചെയ്ത ഒരു കള്ളമാണ്. കാര്യം അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടത് എന്തോ അദ്ദേഹം അതിനകത്ത് കുറച്ച് ഭാഗം മാറ്റി അദ്ദേഹത്തിന് സൗകര്യമുള്ള കാര്യം ആഡ് ചെയ്ത് കയറ്റുക ചെയ്തത്. അപ്പോൾ ആ സഭയുടെ മുന്നിൽ വെച്ച് തന്നെ ഇങ്ങനല്ല നമ്മൾ കൊടുത്തത്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടത് മറ്റൊന്നാണെന്ന് പറയുമ്പം യഥാർത്ഥത്തിൽ വലിയ ശക്തിയുള്ള ഒരു വാചകമാണ്, സഭയുടെ രേഖകളിൽ വരുന്ന ഒരു വാചകമാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്. അത് ഈ രാഷ്ട്രത്തിൻ്റെ, ഈ സംസ്ഥാനത്തിൻ്റെ ലെജിസ്ലേറ്റീവ് ചരിത്രത്തിലേക്ക് കയറുന്ന പ്രയോഗങ്ങളാണ്. കാര്യം എന്താ? അദ്ദേഹം ഞങ്ങൾ പറഞ്ഞതല്ല ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കള്ളം കാണിച്ചു എന്നാണ് മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറയുന്നത്. അല്ലേ? അങ്ങനല്ലേ മനസ്സിലാക്കാൻ കഴിയൂ? ഇതിൽ കൂടുതൽ ശക്തമായിട്ട് എന്താ പറയാൻ പറ്റുക? അപ്പം ഇങ്ങനെ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പല ഘട്ടത്തിലും ഗവർണർക്കെതിരെ ലിറ്റിഗേറ്റ് ചെയ്യുന്ന നമ്മൾ ഗവർണർക്കെതിരെ SFIയോ അല്ലെങ്കിൽ CPMോ അങ്ങനെയുള്ള ആൾക്കാർ സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കൂടാതെ ഗവൺമെൻറ്റിന് ഒരിക്കലും ഗവർണർക്കെതിരെ സമരം ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവർ പറയുന്ന പോലെ ഗവൺമെൻറ് മെഷീനറീസ് ഇതിന് അങ്ങനെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. പിണറായി വിജയൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിയൽ ഹെഡാണ്, ഒരു എക്സിക്യൂട്ടീവ് തലവനാണ്. അദ്ദേഹത്തിന് നാളെ തൊട്ടെന്നാൽ ഞാൻ ഗവർണർക്കെതിരെ സമരമാണെന്ന് പറയാൻ പറ്റത്തില്ല. അത് CPMനോ കോൺഗ്രസിനോ മറ്റേതൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കോ SFIക്കോ ഒക്കെ പറയാം. അപ്പം CPMൻ്റെ മുന്നിൽ സർക്കാരിന് മുന്നിലുള്ള ഏക ഓപ്ഷൻ എന്താണ്? അദ്ദേഹത്തിന് മുന്നിലുള്ള ഏക ഓപ്ഷൻ ലിറ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് വിഷയത്തിലാണ് ഗവർണർ തർക്കം വെച്ച വിഷയത്തിൽ സർക്കാർ ലിറ്റിഗേറ്റ് ചെയ്യാതെ പോയത്? എല്ലാം ലിറ്റിഗേറ്റ് ചെയ്തു. VCയുടെ കേസ് അപ്പോൾ അദ്ദേഹത്തിന്റെ വാദം നിരർത്ഥകമാണെന്നാണോ പറയുന്നത്? ഉറപ്പായിട്ടും അതെ. അതാണ് ഞാൻ പറയാൻ വന്നത്. അദ്ദേഹം അത് കുഴപ്പമെന്നറിയോ? നോക്കൂ, നമുക്ക് ലെജിസ്ലേറ്റീവ് ബ്രാഞ്ച്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, അതിനകത്തെ ഏറ്റവും വലിയ പില്ലറാണ് ബേസിക്കലി ഡെമോക്രാറ്റിക് പില്ലറാണ് ജുഡീഷ്യറി. അതിൻ്റെ ഏറ്റവും പരമോന്നത കോടതി നമ്മളുടെ മുന്നിൽ നമ്മൾ കൊടുത്ത നമ്മുടെ പെറ്റീഷനിൽ മെറിറ്റ് ഉണ്ടെന്ന് കണ്ടെത്തിയ ശേഷം, അത് കോടതിക്ക് തന്നെ മനസ്സിലായി മെറിറ്റ് ഉണ്ടെന്ന്, എന്നിട്ടും കോടതി നമ്മളോട് ആവശ്യപ്പെടുകയാണ് എന്താണ്, അമിക്കബിളി സെറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്ന് 2 പാർട്ടീസിനോട് ചോദിക്കുകയാണ്. കോടതി എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? സത്യത്തിൽ കോടതി അങ്ങനെ ചോദിക്കണോ എന്നുള്ളൊരു ചോദ്യം വേണം നമുക്ക് ചോദിക്കാം. കോടതി അത് ചോദിച്ച സ്ഥിതിക്ക് നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിനോടാണ് അത് ആവശ്യപ്പെടുന്നത്. കോടതി, ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നത കോടതി നമ്മളോട് ചോദിക്കുകയാണ് ഇതിനകത്ത് അമിക്കബിളി സെറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല എന്നൊരൊറ്റ വാക്കിൽ പറയാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പാടില്ല. കാര്യം നോക്കൂ, നമുക്ക് നാളെയും ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വേണ്ടതാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ റെസ്പെക്ട് ചെയ്യാനുള്ള ബാധ്യത നമുക്കുണ്ട്. നോക്കൂ, നമുക്ക് സുപ്രീം കോടതി പറയുന്നു, ഹൈക്കോടതി പറയുന്നു, എല്ലാ കാര്യങ്ങളോടും നമുക്ക് യോജിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അപ്പോഴും നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ വലിയ രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നതിന് കാര്യം എന്താ? അത് നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ ബൗണ്ടൻ ഡ്യൂട്ടിയാണ് അതിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് അവിടെ നിന്ന് വന്ന ഒരു അഭിപ്രായം നമ്മൾ ശിരസാ വഹിക്കുന്നത്. അത് പറ്റത്തില്ല എന്ന് നമ്മൾ അവിടെ രേഖപ്പെടുത്തി. കാര്യം ഗവർണർ പറയുന്നതുമായിട്ട് ചേരത്തില്ല എന്ന് പറഞ്ഞപ്പം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഗവർണറുടെ ഓഫീസിൽ നിന്ന് എന്നാൽ നമുക്ക് മീഡിയേറ്റ് ചെയ്താലോ എന്നുള്ള ഇനിഷ്യേറ്റീവ് വന്നു. അങ്ങനെയാണ് ആ പെറ്റീഷൻ ഇൻഫ്രക്ചസ് ആയി പോകുന്നത്. അതല്ലാതെ ഒരു കാരണവശാലും അതിൻ്റെ ഒരു ഡീലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സുപ്രീം കോടതി ഡീലിന് കൂട്ടുനിന്നു എന്ന് നമ്മൾ പറയണോ? അങ്ങനെയാണോ നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്? ഈ പറയുന്ന ഗവർണറും, ഞാനത് കൺക്ലൂഡ് ചെയ്യാം, ഗവർണറും മുഖ്യമന്ത്രിയും നടത്തിയ ഡീലാണെങ്കിൽ ഇവർ പറയുന്ന ഭാഷ്യത്തിനനുസരിച്ച് ആ ഡീലിന് കൂട്ടുനിന്ന ആൾക്കാർ സുപ്രീം കോടതി എന്ന് പറയുമോ? ഇവർ അങ്ങനല്ല നമ്മൾ അതിനെ എടുക്കേണ്ടത്. നമുക്ക് ഒരു റെസ്പെക്ട്ഫുൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ രാജ്യത്തിൻ്റെ എല്ലാമായ സുപ്രീം കോടതി, അതിന് അവർ പറയുന്നത് കേൾക്കാതെ അതിന് ഇവർ തമ്മിലുള്ള ഡീലാന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ വളരെ ബാലിശമായ ഒരു വാദമാണ്. നമ്മൾ എടുക്കാനേ പാടില്ല. അത് സാന്ദർഭികമായി വന്നതാണ്. പക്ഷേ അതിനകത്ത് കോടതിയുമായി ബന്ധപ്പെട്ടതാണ്, വസ്തുതാപരമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അതിലൊരു വ്യക്തത വരാൻ വേണ്ടി ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു എന്ന് മാത്രം.